ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ എടുത്തു കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മൈലേജ് ഷോട്ട് അങ്ങനെ 1-2 കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ക്ലച്ച്, എയർ ഫിൽട്ടർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വരുന്ന വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ ശരിക്കും പറഞ്ഞാൽ കമ്പനി ലൈനറാണ്, ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ മോഡൽ സ്കൂട്ടർ മോഡലിന് വന്ന ലൈനർ അല്ല അത്. ശരിക്കും പറഞ്ഞാൽ സ്പോക്ക് വീല് വന്ന ബൈക്കിന് ഉപയോഗിക്കുന്ന ബ്രേക്ക് ലൈനറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് ഒരു സുഖമില്ലായ്മ, അതായത് ഒരു വലിച്ചിലൊക്കെ കാണിക്കുന്നതിൻ്റെ റീസൺ അതാണ്. ശരിക്കും ഇതിൻ്റെ വരുന്ന ലൈനർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്കൂട്ടർ മോഡലിന് സെപ്പറേറ്റാണ് വരാം. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടാണെങ്കിലാണ് ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. അതേപോലെ തന്നെ ഈ ബ്രേക്ക് ക്യാമൊക്കെ അത്യാവശ്യം ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. അത്യാവശ്യം ആ ലൈനർ ഒഴിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി ഇടുക കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. അതായത് സൈഡിൽ ഗ്രൂവ് നോക്കണ്ട, സെൻട്രൽ ടയർ തീരെ പെടുത്തോ കുറവാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രിപ്പുള്ള മോഡൽ ഇടാതിരിക്കണം നല്ലത്. ശരിക്കും കമ്പനി വരുന്ന മോഡൽ, വണ്ടി വാങ്ങിയപ്പോൾ വന്ന മോഡൽ അതാണ് കുറേ കൂടി നല്ലത്. സാപ്പർ മോഡൽ എന്ന് പറയും. അത് MRF സിയറ്റോ ഏത് ബ്രാൻഡ് എടുത്താലും നമുക്ക് അതിൻ്റെ ഏത് കമ്പനിയുടെ എടുത്താലും ഈ സാപ്പർ എന്ന് പറയുന്ന മോഡൽ എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ നിലവിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത്. കൂട്ടത്തിക്കടെ അതിൻ്റെ കണ്ടീഷൻ CVT ക്ലച്ചാണ് വന്നത്. അപ്പോൾ അത് ഗ്രീസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല, നല്ല ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി, ഫ്രണ്ടിൽ വരുന്ന CVT ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഹൈറ്റ് പാർട്ടാണത്. അത് അതിൻ്റെ റോളർ, ബോസ് ഡ്രൈവ് ഇതെല്ലാം കംപ്ലൈൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ശരിക്കും ഒട്ടും പ്ലേ വരാൻ പാടില്ല. ഇത് നല്ല രീതിയിൽ ഓവലായി പോയേക്കാണ്. ഇത്രയും പ്ലേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ഒരു സൗണ്ട് വേരിയേഷൻ, മുഴക്ക സൗണ്ടൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെയാണ്. ഇത് നല്ല ടൈറ്റില്ല, അതായത് ഒട്ടും ഗ്യാപ്പില്ലാതെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകുന്ന ആ ഒരു അതാണ് ശരിക്കും എൻ്റെ മെത്തേഡ്. വണ്ടി റേസ് ആവുന്നതിനനുസരിച്ച് ഈ ബുഷ് അതിൻ്റെ ഉള്ളിൽ ഈ വീല് ബുഷിന്മേൽ ഇങ്ങനെ റൊട്ടേഷൻ വരണം. അത് ഷെയ്ക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷിവറിങ് അതിനകത്ത് വരും. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഈ റോളറൊക്കെ സൈഡൊക്കെ വെട്ടി ഇങ്ങനെ തേയ്മാനം, സൈഡ് തിരിഞ്ഞുള്ള തേയ്മാനം വന്നു പോയേക്കാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കോട്ടിങ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റലാണ് വന്നത്. അത് പുറത്തേക്ക് തെറിച്ച് വരും. അത് നമുക്ക് വീലുകളൊക്കെ ഡാമേജ് വരുത്താനും ഒരു കാരണമാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആ 3 സെറ്റ്, അതായത് ഈ വീല് മാറണം, ഈ റോളർ, ഈ ബോസ് ഡ്രൈവ് യൂണിറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിക്കട അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ഈ പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആണ്. അതുകൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. അപ്പോഴാണ് ആ ഭാഗം ക്ലിയറായി പോകും. പിന്നെ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് പെർഫോമൻസ് അത്ര അങ്ങോട്ട് തൃപ്തികരമല്ല. കാരണം ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട്. തൽക്കാലം നമ്മളൊരു ലൂബ്രിക്കേഷനൊക്കെ കൊടുത്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഭാഗമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കാരണം ഇതിനകത്താണ് കൂടുതൽ നമുക്ക് അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതും കൂടി നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ തുരുമ്പണി കാണണം. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലച്ച് ഷൂ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബർ മൊത്തം ചതഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വരും. ക്ലച്ച് വെയിറ്റ് സെറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല, അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ കവർ അഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ 2 ബോൾട്ടിൻ്റെ ഉള്ളിലും ഓരോ റബ്ബറുകൾ തന്നെയുണ്ട്. അതും ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട അത്യാവശ്യം, കാരണം ആ ഭാഗത്തുനിന്നും ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല, ചോക്ക് ലോഡായ ഒരു അവസ്ഥയിൽ നിൽക്കുക. അതായത് നമ്മളിപ്പോൾ ചോക്ക് വലിക്കുമ്പോഴത്തേക്ക് ഈ ലിവർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഓൾറെഡി ആ ലിവർ വലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ മൈലേജൊക്കെ ഒരുപാട് ഷോട്ട് ഉണ്ടാവും, മൈലേജ് നല്ല രീതിയിൽ കുറവുണ്ടാവും. അത് അതിൻ്റെ കാരണം ചോക്ക് ലോഡായി നിൽക്കുന്നതാണ് അതിൻ്റെ പ്രോബ്ലം. ആക്സിലേറ്ററിൻ്റെ കേബിളായാലും നല്ല ബലം കൊടുത്ത് തിരിച്ചാലാണ് തിരിയോളൂ. കാരണം എന്താ വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ഇത്ര ടൈറ്റ് വരാൻ പാടില്ല ശരിക്കും. കാരണം നമുക്കത് ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കേബിൾ മാറ്റിയിടുന്നതായിരിക്കും അഭികാമ്യം. പിന്നെ അതേപോലെ തന്നെ മൈലേജിൻ്റെ പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, അത് നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ്. അപ്പോൾ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ആയാലും അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനിങ് ആയാലും അതൊക്കെ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകണം നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ അഴിച്ചിട്ടാണ് കഴുകണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മറ്റേപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ബോഡി സെറ്റ് ചെയ്തതിന് ശേഷമാണ് വാഷിങ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ ഇതേപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അഴിച്ച് ഈ കാണുന്ന ചെളിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം
നമുക്ക് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും അതിൻ്റെ എസ്റ്റിമേറ്റ് പെടുത്തുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താം. കാരണം ഇപ്പം സാധാരണ വാട്ടർ സർവീസ് എന്ന് നമുക്ക് 200 രൂപ വരാം. ഓപ്പണായിട്ട് കഴിയുമ്പോൾ നമുക്ക് 100 അഡീഷണൽ കൊടുക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും നമുക്ക് നീറ്റായിട്ട് അത് ക്ലീൻ ചെയ്ത് കിട്ടും. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കയറി നല്ല രീതിയിലുണ്ട് അതിലുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുത്തതാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ചു നോക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ലൈനർ മാറ്റി സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ കൂട്ടത്തേക്ക് നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. ബാറ്ററിയുടെ കേസ് നോക്കുമ്പോൾ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2022 വെച്ചാണ് ബാറ്ററിയാണ്. 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് മാസ്ട്രോ എഡ്ജിന് വന്നത് 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് വന്നത്. ഇതും ഇരിക്കുന്നത് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. ഒരു 1 ആമ്പിയർ കുറവായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല, ബാറ്ററി ലൈഫ് കുറവായിരിക്കും അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആമ്പിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെൽഫ് മോട്ടർ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് വന്നത്. 12 വോൾട്ട് ആണെങ്കിൽ പോലും 5 ആമ്പിയർ ബാറ്ററി ആണെങ്കിലാണ് അത് സ്മൂത്തായിട്ട് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12.78 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റൊക്കെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. പിന്നെ ഉള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ പൊട്ടിപ്പോയിട്ട് ഇവിടെ സെപ്പറേറ്റ് വാഷൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നിർത്തിയേക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടൈറ്റായിട്ട് തന്നെ നിൽക്കണേ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിലെ മിറർ കറക്റ്റ് പൊസിഷനിൽ നിൽക്കില്ല, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് വേറെ ഇതൊന്നും ചെയ്യൽ നടക്കില്ല. അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൈറ്റ് സൈഡ് മിററെ പാടി മാറ്റാം. ഓർമ്മയായിട്ട് നമുക്ക് കിട്ടും. മിറർ മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവും. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്. എയർ ഫിൽറ്ററിന് തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അത് ശരിക്കും സ്പോഞ്ച് മോഡലാണ്, അത് ഫോം ടൈപ്പാണ്. അത് നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 50 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. എൻജിൻ ഓയിലിൻ്റെ കേസ് ചെക്കപ്പ് ഉള്ളിയാണ് പറഞ്ഞേക്കണേ. പക്ഷേ നമ്മളതിൻ്റെ കേസ് നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ അവസ്ഥയും വളരെ മോശം അവസ്ഥയിലാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത 3000 കിലോമീറ്ററിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരല്പം ഓയിൽ ലെവൽ കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഓയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. കാരണം അതല്ലെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിനൊക്കെ മേജർ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലെവൽ കുറഞ്ഞ് ഓടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഈ ഓയിൽ ചെക്ക് ചെയ്യാനുള്ള കേസ് മറക്കരുത്. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു പരിധി പറയാം. അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. വണ്ടിയുടെ എഞ്ചിൻ ലൂബ്രിക്കേഷൻ നടക്കില്ല, ഹീറ്റിങ് കൂടും. അപ്പോൾ ഓയിൽ കറക്റ്റ് ലെവലിൽ ഉണ്ടെങ്കിലാണ് ഹീറ്റിംഗ് റെസിസ്റ്റൻസ് ഒക്കെ നടക്കുകയുള്ളൂ. ഇതിപ്പോൾ ഓയിൽ ലെവൽ കുറയുമ്പോൾ പെട്ടെന്ന് ചൂടാവുകയും പാർട്സുകളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ നിലവിൽ ഇത്രയും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര ചിലവ് വരുമോ നമുക്ക് അപ്രോക്സിമേറ്റ് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഈ ആക്സിലേറ്റർ കേബിൾ, ചോക്ക് കേബിളും കാർബറേറ്റർ ക്ലീനിങ് എല്ലാം അടക്കം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.